നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഫരീദാബാദ് രൂപതയുടെ നേതൃത്വത്തെ വത്തിക്കാൻ പുറത്താക്കുവാൻ നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിശ്വാസികൾ ചിന്തിക്കുന്ന ഏറ്റവും വലിയ എക്സ്ക്ലൂസീവ് ന്യൂസ്. കാരണം കഴിഞ്ഞ കുറെ ആഴ്ചകളായി, ഏകദേശം 21 ദിവസമായി ഫരീദാബാദ് രൂപതയിലെ സീറോ മലബാർ ഇടവകകളിൽ 2 ഇടവകകൾ, മയൂർ വിഹാർ ഫേസ് 3, അതിന്റെ ഒപ്പം ടാഗോർ ഗാർഡൻ ഇടവക ദേവാലയത്തിലും കഴിഞ്ഞ 21 ദിവസമായി പരിശുദ്ധ ബലിയർപ്പണം നടക്കുന്നില്ല. കാരണം അവിടെ സിനഡ് അംഗീകരിച്ച പരിശുദ്ധ ബലിയർപ്പണം അതിന്റെ പൂർണ്ണ രൂപത്തിൽ, പൂർണ്ണ അർത്ഥത്തിൽ 33 രൂപതകളിൽ നടക്കുന്ന അതേ രീതിയിൽ തന്നെ തങ്ങൾക്കും വേണമെന്ന് ഈ 2 ഇടവകകളിലെ വിശ്വാസികൾ ആവശ്യപ്പെടുകയും വൈദികരോട് ആവശ്യപ്പെട്ടപ്പോൾ അത് സാധ്യമല്ല എന്ന് ഈ 2 ഇടവകളിലെ വൈദികർ പറയുകയും അത് രൂപത അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരമാണ് സർവാധിപനാം കർത്താവേ എന്ന പ്രാർത്ഥനാ സമയത്ത്, ഉത്ഥാനഗീത സമയത്ത് അൾത്താരിയിലേക്ക് തിരിയുവാൻ വൈദികർക്ക് അനുവാദമില്ല, അത് രൂപതാധ്യക്ഷൻ തടഞ്ഞിരിക്കുന്നു എന്ന് വികാരിമാർ, ഇടവക വികാരിമാർ പറഞ്ഞതനുസരിച്ച് വിശ്വാസികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് തന്നെ വേണം. കാരണം ഇതാണ് സഭ അംഗീകരിച്ച പരിശുദ്ധ ബലിയർപ്പണം. അങ്ങനെ ഈ 2 ഇടവക ദേവാലയങ്ങളിലും പരിശുദ്ധ ബലിയർപ്പണം കഴിഞ്ഞ 21 ദിവസമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ വിശ്വാസികൾക്ക് ബലിയർപ്പണം നൽകുവാൻ ഈ വൈദികരോ രൂപതാ നേതൃത്വമോ തയ്യാറാകുന്നില്ല. ഇത് വത്തിക്കാനിലെത്തിയിരിക്കുന്നു. പരിശുദ്ധ മാർപ്പാപ്പയുടെ അറിവിലേക്ക് പൗരസ്ത്യ കാര്യാലയം ഈ പ്രത്യേക കാര്യം എടുത്ത് പറഞ്ഞിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള അറിവ്. അങ്ങനെയാണെങ്കിൽ വത്തിക്കാൻ ഇതിൽ ഇടപെടുന്നു എന്ന് വേണം കരുതുവാൻ. കാരണം കേരളത്തിലെ എറണാകുളം രൂപതയിൽ നടക്കുന്ന പൈശാചിക വൈദിക വൃത്തികളല്ല ഡൽഹിയിലെ പ്രശ്നം. കാരണം എറണാകുളത്തെ രൂപതയിൽ മാർപ്പാപ്പയെ അനുസരിക്കാത്ത വൈദിക തൊഴിലാളികളുടെ ഗുണ്ടായിസം നടക്കുമ്പോൾ ആ രൂപതയെ വത്തിക്കാൻ തൽക്കാലത്തേക്ക് എഴുതിത്തള്ളിയിരിക്കുകയാണ് എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം. അവിടെ എന്തെങ്കിലും നടക്കട്ടെ, അവസാനം ഒരു നടപടി വത്തിക്കാൻ എടുക്കും. അപ്പോൾ പലരുടെയും കസേരകൾ തെറിക്കും, പല വൈദിക തൊഴിലാളികളും ലോക നഷ്ടപ്പെട്ടവരാകുമെന്ന് കൃത്യമായിട്ടുള്ള വിവരമാണ് വത്തിക്കാനിൽ നിന്ന് നമ്മൾക്ക് അറിയുവാൻ സാധിക്കുന്നത്. അത് ഔദ്യോഗികമായിട്ട് പുറത്തു വരുന്നിടം വരെ ഞങ്ങൾ അതിനെ സ്ഥിരീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഫരീദാബാദ് രൂപതയിൽ, ഡൽഹി ഫരീദാബാദ് രൂപതയിലെ ഈ കുർബാന പ്രശ്നം മാറിയിരിക്കുന്നത്. കാരണം ഇത് രാജ്യ തലസ്ഥാനമാണ്. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ, അതും 21 ദിവസമായി, കഴിഞ്ഞ 5 വർഷമായി തുടർന്നിരുന്ന പരിശുദ്ധ ബലിയർപ്പണത്തിൽ വെള്ളം ചേർത്തുകൊണ്ട് വത്തിക്കാന്റെയോ പരിശുദ്ധ മാർപ്പാപ്പയുടെയോ അനുവാദമില്ലാതെ കുർബാനയിൽ വെള്ളം ചേർക്കുന്ന നടപടി വത്തിക്കാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ വത്തിക്കാൻ കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നു എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന സൂചനകൾ വിരൽ ചൂണ്ടുന്നത്. ഇവിടെ ഡിക്കാസ്ട്രി ഫോർ ദ ഈസ്റ്റേൺ ചർച്ചസിന്റെ തലവൻ, അതായത് പൗരസ്ത്യ തിരുസംഘത്തിന്റെ തലവൻ കർദിനാൾ ക്ലൗഡിയോ ഗുജറാത്തി ഈ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഡൽഹി ഫരീദാബാദ് രൂപതയിലെ ടാഗോർ ഗാർഡൻ ഇടവക ദേവാലയവും മയൂർ വിഹാർ ഇടവക ദേവാലയവും 21 ദിവസമായി അടച്ചു പൂട്ടപ്പെട്ട നിലയിൽ, അതും രാജ്യ തലസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ അതിൽ ക്ലൗഡിയോ ഗുജറാത്തി വളരെയധികം അസന്തുഷ്ടനാണ്, വളരെയധികം ദേഷ്യത്തിലാണ് എന്നാണ് വത്തിക്കാനിൽ നിന്നുള്ള ഞങ്ങൾക്ക് കിട്ടുന്ന സൂചനകൾ. ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ഫരീദാബാദ് രൂപതാധ്യക്ഷന്റെ സ്ഥാനത്യാഗത്തിലേക്കാണ് എന്നാണ് ചില സൂചനകൾ പറയുന്നത്. സീറോ മലബാർ സഭയിൽ കർദിനാൾ ജോസഫ് പാറേക്കാട്ടിലിനെ നിർബന്ധിത രാജി വാങ്ങി പുറത്താക്കിയതിനു ശേഷം മാർ ആന്റണി കരിലിനെയും നിർബന്ധിത രാജി വാങ്ങി പുറത്താക്കിയതാണ്. അതിനുശേഷം 3ാമത്തെ ആൾ സീറോ മലബാർ സഭയുടെ
ഡൽഹി ഫരീദാബാദ് രൂപതയിലെ രൂപതാധ്യക്ഷൻ ഇപ്പോൾ അതിരൂപതാധ്യക്ഷൻ മാർ ഭരണിക്കുളങ്ങര പിതാവാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലിരിക്കുന്ന കാര്യം. കാരണം അദ്ദേഹത്തോടും നിർബന്ധിത രാജി വാങ്ങുവാൻ വത്തിക്കാൻ തയ്യാറെടുക്കുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചനകൾ. ഈ സൂചനകൾ എവിടം വരെ സത്യമാണ് എന്നുള്ളത് സമയം തെളിയിക്കേണ്ട കാര്യമാണ്, മുൻപോട്ട് നമ്മൾ കാണേണ്ട കാര്യമാണ്. കാരണം എന്തൊക്കെയാണെങ്കിലും ഡൽഹി ഫരീദാബാദ് രൂപതയിൽ സീറോ മലബാർ ഇടവക ദേവാലയങ്ങളിൽ 2 ദേവാലയത്തിൽ, പ്രത്യേകിച്ച് മയൂർ വിഹാർ ഫേസ് 3, ടാഗോർ ഗാർഡൻ എന്നീ 2 ദേവാലയങ്ങളിലെ വിശ്വാസികളുടെ രോദനങ്ങൾ വത്തിക്കാൻ കേട്ടിരിക്കുന്നു. വത്തിക്കാൻ അതിനെ വളരെ സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത്. രൂപതാധ്യക്ഷനോട് രാജി വാങ്ങുവാൻ വത്തിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം. ഇല്ലെങ്കിൽ ഈ പറയുന്ന പരിശുദ്ധ ബലിയർപ്പണത്തിനിടയ്ക്ക് വെള്ളം ചേർക്കുന്ന നടപടി രൂപതാധ്യക്ഷൻ മാറ്റിയേ മതിയാകൂ. മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ വിശ്വാസികൾ അവിടെ പ്രതിഷേധങ്ങളുമായിട്ട് മുൻപോട്ട് പോയാൽ, പ്രത്യേകിച്ച് ഈ 2 ഇടവക ദേവാലയങ്ങളിലെ വിശ്വാസികൾ ഇപ്പോഴും പ്രതിഷേധങ്ങളിലാണ്. അവിടെ പരിശുദ്ധ ബലിയർപ്പണം നടക്കുന്നില്ല. ഈ ഒരു കാര്യത്തെ വത്തിക്കാൻ വളരെ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 ദേവാലയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വത്തിക്കാന്റെ നടപടിയെ മാറ്റി നിർത്തണമെന്നുണ്ടെങ്കിൽ രൂപതാധ്യക്ഷൻ നേരത്തെ ഈ രൂപതയിൽ നടന്നിരുന്ന അതേപോലെ തന്നെ ഉത്ഥാന ഗീത സമയത്ത് വൈദികൻ വിശ്വാസികളോടൊപ്പം ചേർന്നുകൊണ്ട് അൾത്താരയിലേക്ക് തിരിഞ്ഞ് കുമ്പിടുന്ന, കർത്താവിനെ കുമ്പിടുന്ന ആ രീതി പരിശുദ്ധ ബലിയർപ്പണത്തിൽ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രീതി തന്നെ തുടർന്നാൽ മാത്രമേ വത്തിക്കാൻ അവരുടെ നടപടി പിൻവലിക്കത്തുള്ളൂ എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വിവരം. ഈ വിവരവും ഞങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നില്ല. കാരണം ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഫരീദാബാദ് രൂപത അധ്യക്ഷനോട് രാജി ആവശ്യപ്പെടുവാൻ സാധ്യതയുണ്ട്. കാരണം ടാഗോർ ഗാർഡൻ ഇടവക ദേവാലയത്തിലും മയൂർ വിഹാർ ഫേസ് 3 ദേവാലയത്തിലും വിശ്വാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വത്തിക്കാൻ നേരിട്ട് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിന്റെ ചർച്ചകൾ നടന്നിരിക്കുന്നു, അതിനെപ്പറ്റി അന്വേഷണങ്ങൾ നടന്നിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം. രൂപതാധ്യക്ഷൻ വിശ്വാസികളോടൊപ്പം നിന്നുകൊണ്ട് പിടിവാശി ഉപേക്ഷിച്ചുകൊണ്ട് ഉത്ഥാന ഗീത സമയത്ത് അൾത്താരയിലേക്ക് നോക്കുവാൻ, കർത്താവിനെ നോക്കുവാൻ വൈദികരെ തടയാതിരിക്കുക എന്നുള്ള മാന്യമായ ഒത്തുതീർപ്പ് ശ്രമത്തിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വീണ്ടും ഇവിടെ രൂപതാധ്യക്ഷനായി തുടരുവാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം. ഇല്ലെങ്കിൽ മാർ ആന്റണി കരിയലിന് ശേഷം സീറോ മലബാർ സഭയിൽ നിന്ന് വത്തിക്കാൻ നിർബന്ധിത രാജി എഴുതി വാങ്ങുന്ന 3ാമത്തെ മെത്രാപ്പോലിത്തയായി മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര പിതാവ് മാറും എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്ന സംസാരം, ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ. ഇത് സത്യമാണോ ഇല്ലയോ എന്നുള്ളത് സമയം തെളിയിക്കട്ടെ. ഇങ്ങനെ എന്തെങ്കിലും വത്തിക്കാനിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് വത്തിക്കാന്റെ കൽപ്പനകൾ വരുമ്പോൾ വിശ്വാസികൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഏതായാലും പഴമക്കാർ പറയുന്നത് പോലെ പുകയില്ലാതെ തീ ഉണ്ടാകുകയില്ല. വത്തിക്കാനിൽ ഇതിനെപ്പറ്റി ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. ഇനിയും മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര പിതാവിന് ഡൽഹി ഫരീദാബാദ് രൂപതയുടെ അധ്യക്ഷനായി തുടരണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധ ബലിയർപ്പണത്തിൽ വെള്ളം ചേർക്കാതെ പിടിവാശി ഉപേക്ഷിച്ചുകൊണ്ട് സിനഡ് അംഗീകരിച്ച പരിശുദ്ധ ബലിയർപ്പണം മറ്റ് 33 രൂപതകളിലും നടക്കുന്ന രീതിയിൽ തന്നെ ഇവിടെയും അനുവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കണം. എങ്കിൽ മാത്രമേ വത്തിക്കാനും അയ്യുള്ളൂ എന്നാണ് നമ്മൾക്ക് കിട്ടുന്ന വിവരം. ഏതായാലും രൂപതാധ്യക്ഷൻ അതിന് മുൻപോട്ട് വരട്ടെ. വിശ്വാസികളുമായി കൈകോർത്തുകൊണ്ട് ഒരു മനസ്സായി ഒരു കുർബാനയിൽ ഒരേ രീതിയിൽ ബലിയർപ്പണം അർപ്പിക്കുവാൻ കർത്താവ് ഈശോമിശിഹ അദ്ദേഹത്തിന് സദ്ബുദ്ധി കൊടുക്കട്ടെ, വരങ്ങൾ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയിസ് ഓഫ് ട്രൂത്ത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ കാണുന്ന പരിപാടികൾ, പ്രോഗ്രാമുകൾ മറ്റുള്ളവരോട് കാണുവാൻ, അങ്ങനെ വോയിസ് ഓഫ് ട്രൂത്ത് എല്ലാവരിലേക്കും എത്തുവാൻ പ്രോഗ്രാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.